കോട്ടപ്പടിയിൽ ആന വീണ് തകർന്ന കിണറിന്റെ പുനർനിർമ്മാണത്തിൽ യു.ഡി.എഫ് രാഷ്ട്രീയ ദുഷ്പ്രചരണം നടത്തുകയാണെന്ന് ആന്റണി ജോൺ എം.എൽ.എ. കിണറിന്റെ നിർമ്മാണ പ്രവൃത്തി നേരിട്ടെത്തി വിലയിരുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു എം.എൽ.എ. 2024 ഏപ്രിൽ 12-ന് കാട്ടാന കിണറ്റിൽ വീണതിനെ തുടർന്നാണ് കിണർ ഉപയോഗശൂന്യമായി മാറിയത്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തും കുടിവെള്ളത്തിനായി നിരവധി കുടുംബങ്ങൾ ഈ കിണറിനെ ആശ്രയിക്കുന്നതുകൊണ്ടും കിണർ നല്ല നിലയിൽ പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ തുക അനുവദിക്കണമെന്ന് അന്നുതന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 1,56,797 രൂപ അനുവദിച്ച് ഉത്തരവ് ഇറക്കിയതുമാണ്. എന്നാൽ കോൺട്രാക്ട് പ്രോഫിറ്റും GSTയും കൂടി വരുമ്പോൾ തുക തികയാത്ത സാഹചര്യത്തിൽ 56,003 രൂപ കൂടി അനുവദിച്ചുകൊണ്ട് വീണ്ടും ഉത്തരവിറക്കി. ആകെ 2,12,800 രൂപ ലഭ്യമാക്കി നിർമ്മാണത്തിന് ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ കിണർ സ്ഥിതി ചെയ്തിരുന്ന പുരയിടത്തിലേക്ക് വഴി സൗകര്യം ഇല്ലാതിരുന്നതുകൊണ്ട് നിർമ്മാണം ഏറ്റെടുക്കാൻ ഒരു കരാറുകാരും തയ്യാറായിരുന്നില്ല. പിന്നീട് നിരന്തരമായി നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് 6ാമത് ടെൻഡർ സമയത്ത് ഒരു കരാറുകാരൻ വർക്ക് ഏറ്റെടുത്തത്. ഇതിന്റെ തുടർച്ചയിൽ കരാർ വെച്ച് ഒട്ടും കാലതാമസം ഉണ്ടാക്കാതെയാണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്ന സാഹചര്യത്തിലെത്തിയത്. യഥാർത്ഥത്തിൽ കിണറിന് നാമമാത്രമായ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ അഭിപ്രായം നിലനിന്നപ്പോഴും വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആവശ്യമായ 2,12,800 രൂപ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കിണറിന്റെ നല്ല രീതിയിലുള്ള പുനർനിർമ്മാണത്തിന് സമയബന്ധിതമായി തുക അനുവദിച്ചെങ്കിലും വഴിയില്ല എന്നതുൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് കരാറുകാർ ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നതാണ് നിർമ്മാണം തുടങ്ങാൻ താമസമുണ്ടാക്കിയത്. വസ്തുത ഇതാണെന്നിരിക്കെ ഈ വിഷയത്തിൽ യു.ഡി.എഫ് നിരന്തരമായി നുണപ്രചരണം നടത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ആദ്യം മുതൽ തന്നെ കുടുംബത്തെ ചേർത്തു നിർത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കള്ളപ്രചരണങ്ങൾ നടത്തിയവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും എം.എൽ.എ. അഭ്യർത്ഥിച്ചു. ഏതാണ്ട് 100-300 മീറ്ററോളം ദൂരത്തിൽ അവിടെ 2-3 പറമ്പുകൾ കൂടി കല്ല് തലയിൽ വെച്ച് ചുമടായി കൊണ്ടുവന്നുകൊണ്ടാണ് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും വർക്കെടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ നിരന്തരമായി നിരവധി പ്രാവശ്യം ടെൻഡർ ചെയ്തു, വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ കൊട്ടേഷനാണ്, ഒടുവിൽ കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ട് ഇപ്പോൾ അശോകൻ ചേട്ടനാണ് ഇപ്പോൾ ആ വർക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ വർക്ക് താമസിക്കാനുണ്ടായ ഒരു സാഹചര്യം. പക്ഷേ പലപ്പോഴും ഇവിടെ ചില ആളുകൾ ആ നിലയിലല്ല സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഇത് ഗവൺമെൻറ്റും MLAയും കളക്ടറും ഒക്കെ ഞങ്ങളെ ബോധപൂർവം വഞ്ചിച്ചതാണ്. ഈ കുടുംബത്തെ ഞങ്ങൾ വഞ്ചിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ള നിലയിൽ ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തുന്നു. ഇതൊന്നും അറിയാത്ത ആളുകളല്ല. വസ്തുത അറിയാമെങ്കിൽ കൂടിയും അല്പം എന്തെങ്കിലും ഒരു നേട്ടം തങ്ങൾക്ക് ലഭിക്കുമോ എന്ന ഒരു ഗൂഢചിന്താഗതിയിൽ നിന്നാണ് അത്തരം ചില സമീപനങ്ങൾ സ്വീകരിച്ചത്. ഞങ്ങൾ ആ ഘട്ടത്തിലൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇതിൻ്റെ സാങ്കേതികമായി ഇത്തരം ചില തടസ്സങ്ങൾ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങൾ നിന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2,12,000 പരം രൂപ ഈ കിണറിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അനുവദിപ്പിക്കാൻ കളക്ടറെ കൊണ്ട് അനുവദിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ഏതായാലും അല്പം വൈകിയെങ്കിൽ കൂടിയും ഇവിടെ വൈകാനുണ്ടായ സാഹചര്യം ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ വൈകിയെങ്കിൽ കൂടിയും ഒരു കോൺട്രാക്ടർ അശോകൻ ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹം വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായി. ഇന്നിപ്പോൾ രാവിലെ മുതൽ ആ വർക്ക് ഇവിടെ വളരെ വേഗത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ MLAയുടെ നേതൃത്വത്തിൽ നേരിട്ടെത്തി വിലയിരുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, തഹസിൽദാർ M. അനിൽകുമാർ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മെജോ ജോർജ്, വാർഡ് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ, സാറാമ ജോൺ, CPIM ലോക്കൽ സെക്രട്ടറി അഖിൽ സുധാകരൻ, കൂലാഞ്ഞി വീട്ടിൽ പത്രോസും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ടായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും MLA അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.